പങ്കുവയ്ക്കും. അനൂപ്, 10:10 സമയം, പ്രധാനമന്ത്രി എത്തേണ്ട സമയമായി. കൃത്യമായി എങ്ങനെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സന്ദർശനം ആദ്യം അയോധ്യയിലെത്തുന്നു, തുടർന്ന് ഈ ചടങ്ങിന് മുന്നോടിയായി അദ്ദേഹം എവിടെ പോകുന്നു? പ്രാണപ്രതിഷ്ഠ കർമ്മത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിപാടി ഏകദേശം 3 മണിക്കൂറോളം അദ്ദേഹം അയോധ്യയിൽ ഉണ്ടാകുമെന്നാണല്ലോ അറിയുന്നത്. ഒപ്പം മറ്റ് അതിഥികൾ കൂടി, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരുണ്ട്. എങ്ങനെയാണ് ഈ അതിഥികളുടെ ക്രമീകരണങ്ങൾ? ഒപ്പം മറ്റ് ഭക്തർക്ക് ഇതിൻ്റെ ഒരു സാന്നിധ്യമാകാനുള്ള അവസരവും? ദിവേഷ്, പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയുടെ വരവ് തന്നെയാണ്. പ്രധാനമന്ത്രി 10:25 എത്തും എന്നാണ് അറിയിച്ചിരുന്നത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം അയോധ്യയിൽ വിമാനമിറങ്ങും, പുതിയ വിമാനത്താവളം. അവിടെ വിമാനമിറങ്ങി 10:45 ഹെലിപ്പാഡിലേക്ക് എത്തും. ഹെലിപ്പാഡിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം രാമക്ഷേത്രത്തിന് തൊട്ടടുത്തെത്തും. 10 മിനിറ്റ് കൊണ്ട് രാമക്ഷേത്രത്തിന് തൊട്ടടുത്ത്, അതായത് 10:55 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്താണ് രാമക്ഷേത്രം നിർമ്മിച്ച ആളുകളോടുൾപ്പെടെ പ്രധാനമന്ത്രി സംസാരിക്കുക. 12:05 മുതൽ 12:55 വരെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന് അകത്തേക്ക് എത്തും. അവിടെ എത്തുന്ന 12:05 എത്തുന്ന പ്രധാനമന്ത്രി മുൻനിരയിലുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി സംസാരിക്കും. അതിനുശേഷമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിലേക്ക്. 12:55 പ്രധാനമന്ത്രി ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങും. 1 മണി മുതൽ 2 മണി വരെ പൊതുസമ്മേളനമാണ്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു മണിക്കൂറായിരിക്കും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള അവസരം കൂടിയാണ്. ക്ഷേത്രത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താനോ ഒന്നും അവസരമില്ലാത്ത പ്രധാനമന്ത്രി ഈ 1 മണിക്കൂർ സമയം ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ രാഷ്ട്രീയം, തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവ സംസാരിക്കും എന്നാണ്, ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 1 മണി മുതൽ 2 മണി വരെയാണ് ഈ പൊതുസമ്മേളനം. അതിനുശേഷം 2:10 കുബേർ ടിലയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ഇതാണ് പ്രധാനമന്ത്രിയുടെ ചടങ്ങുകൾ. യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കുറേയേറെ ആളുകൾ, നമ്മൾ ആ ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി ആളുകൾ, അതായത് അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, വിവേക് ഒബ്രോയ്, സോനു നിഗം, രൺബീർ കപൂർ, ആലിയ ഭട്ട്, മുകേഷ് അംബാനി, ഗൗതം അദാനി തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർക്കാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന, ചടങ്ങ് നടക്കുന്ന ഇടത്ത് നിൽക്കാനുള്ള അവസരമുള്ളത്. പ്രധാനമന്ത്രി ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ശരി, അനുദാസാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കേണ്ട സമയം 10:35 അടുക്കുന്നു. ഇനി വളരെ കുറച്ച് സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കായി അവശേഷിക്കുന്നത്. നാളെ മുതൽ മറ്റു ഭക്തർ കൂടി അവിടെ ദർശനത്തിലുള്ള സൗകര്യമുണ്ടായി. കേരളത്തിൽ നിന്ന് അടക്കം ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട് നാളെയെങ്കിലും ദർശനം നേടി മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ. കാരണം ഇന്ന് വളരെ വളരെ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ വരവും ആ ചടങ്ങിൽ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ